വളരെ ചുളുവിലയ്ക്ക് ലേലം ചെയ്യപ്പെട്ട വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയിലുള്ള ചില പ്രദേശങ്ങളിൽ അത് രജിസ്ട്രേഷൻ ചെയ്ത് അത് വിൽക്കുകയാണെന്നുള്ളതാണ്. അതൊരു കള്ളക്കടത്ത് വാഹനമാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ത്യയിലേക്ക് ആ ഒരു വാഹനം കൊണ്ടുവന്ന വഴി അത്ര നല്ല വഴിയല്ല. ആ വഴിയിലൂടെയാണ് ഇന്ത്യയിലേക്ക് തീവ്രവാദവും മയക്കുമരുന്നും അങ്ങനെ പല ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളും അതേ വഴിയിലൂടെയാണ് വരുന്നത്. അതുകൊണ്ട് ഇതൊരു വാഹന കള്ളക്കടത്ത് മാത്രമായിട്ട് ഒതുങ്ങി തീർക്കുന്ന ഒരു കേസല്ല. ഇത് പല ഡിപ്പാർട്ട്മെന്റുകൾക്കും അന്വേഷിക്കേണ്ടി വരുമെന്നുള്ള ഒരു വർത്തമാനം പറഞ്ഞായിരുന്നു. ദാറ്റ് മീൻസ് ഈ വഴി ദുൽഖർ സൽമാന് വാഹനം മാത്രമല്ല കൊണ്ടുവന്നത് എന്നർത്ഥം അല്ലെ. ഇങ്ങനെ അറിഞ്ഞു അറിയാതെയും അവന്റെ നെഞ്ചത്തേക്ക് ഒരു കേസ് അങ്ങോട്ട് വലിച്ചിടുന്ന പരിപാടിയാണ് നടത്തിയത്. എത്ര പെട്ടെന്നാണ് നമ്മുടെ ഇടയിലുണ്ടായിരുന്ന ദുൽഖർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുസ്ലിമായിട്ട് മാറുകയും അദ്ദേഹം ഒരു രാജ്യവിരുദ്ധനായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും എന്റെ സുഹൃത്തുക്കളെ ഇനിയുള്ള ഒരു 10-15 വർഷം